വേണ്ടി പറ്റും. അപ്പൊ നമ്മളിൽ ആവശ്യമില്ലാത്ത പിടിവള്ളികൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ പറ്റുമോ? അത് വേണോ? മറ്റുള്ളവരുടെ ചിലപ്പോൾ അഭിപ്രായങ്ങളായിരിക്കും, നിന്നെ കൊണ്ടൊക്കെ വല്ലതും പറ്റുമോ എന്നുള്ള അഭിപ്രായങ്ങളായിരിക്കും. അവര് ഒരു തവണയേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, നിനക്കൊക്കെ വല്ല കഴിവുണ്ടോ, നിനക്കത് ചെയ്താൽ ശരിയാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു തവണയേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മൾ അത് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാല് ഏം, നമ്മൾ എന്നിട്ട് അവരെയും എന്താ പറയാ, അവരെയും കൂടിയിട്ടോ, എന്നാലും അവരെന്തിനും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും എന്താ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നാല് നമ്മൾ ചിലപ്പോൾ ഒരു പ്രയാസം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രശ്നം, എൻ്റെ ഭർത്താവുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പിൽ നല്ല ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷൗട്ട് ചെയ്യുന്നത്, ഒരു തവണ അദ്ദേഹം രാവിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ ഷൗട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, അതെന്റെ മനസ്സിൽ വെച്ചു. എന്നാലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു കുറച്ചൊന്ന് ഒന്ന് ഇതായപ്പോഴത്തേക്കും എന്തിനാ എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ, ഇത് നമ്മൾ ഒരു തവണ ചിന്തിച്ചു. പിന്നെ വീണ്ടും കുറച്ചു നേരം, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് കൊണ്ട് നടക്കാൻ ഈ ഒരു സംഭവം മതി. ഈ ഒരു കാര്യം എന്ത് ചെയ്യാ, ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഒരു തവണ നമ്മൾ ചിന്തിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ പുറത്ത് കൊടുക്കേണ്ടവളല്ലേ, ഞാൻ പുറത്ത് കൊടുക്കാം, ഓക്കെ, അത് ക്ഷമിച്ചു കൊടുക്കാം, നമ്മൾ വിട്ടു കൊടുക്കണമെന്നല്ലേ, എന്നല്ലേ നമ്മുടെ ഭർത്താവല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അത് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അല്ല പറഞ്ഞേക്കുന്നത് പുറത്തു കൊടുക്കാനല്ലേ. ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയൊക്കെയോ ഈ ഒരു ഇമോഷനെ ഒന്ന് സപ്രസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താ പറയാ, നമ്മുടെ ഉം, നാഗവല്ലി പുറത്തിയാടുക എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അടുത്ത തവണ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഇമോഷനും ആ പറഞ്ഞ ഇമോഷനും ഒക്കെ കൂടിയിട്ട് വളരെ വയലന്റ് ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും ഈ ആദ്യത്തെ ഇമോഷൻ